Hello all. So a quick tip for all of you. So today in my class, I often tell my learners that it's very important to listen to English. അപ്പോൾ യൂട്യൂബിലെ വീഡിയോസും പോഡ്കാസ്റ്റും ഒക്കെ മാക്സിമം കാണാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. But my learner today, she's a bank manager and she really runs a crazy busy schedule. She leaves home at around 8:30 in the morning and then returns home probably around 9 at night. അപ്പം ആൾക്ക് നേരെയില്ല കുത്തിയിരുന്ന് പഠിക്കാനൊന്നും. പക്ഷേ കേൾക്കാം, വീഡിയോസ് കേൾക്കാൻ എങ്ങനെ സമയം കണ്ടെത്താമെന്ന് പറയും. പക്ഷേ എങ്ങനെ കേൾക്കണം, ദാറ്റ് ഇസ് ദ പ്രോബ്ലം ദാറ്റ് വി ഹാവ് അറ്റ് ഹാൻഡ്. സോ വാട്ട് ഐ വാണ്ട് യു ടു ഡു ഇസ്, ഞാൻ എല്ലാ ലേണേഴ്സിനോടും പറയുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒരു വീഡിയോ കേട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി ഇഫ് യു സ്വിച്ച് ടു സംതിങ് എൽസ്, നിങ്ങൾക്ക് മെമ്മറി റിട്ടൻഷനോ ലേണിങ്ങോ ശരിയായ രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. ആ ലെവലിൽ യുനോ ലൈക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി, ഐഡറ്റിക് മെമ്മറി എന്നൊക്കെ പറയുന്ന ആ സാധനം ഉള്ളവർക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അവരുടെ മനസ്സിലത് പ്രോപ്പറായിട്ട് നിൽക്കും. ബട്ട് എന്നെപ്പോലെ ഞാനിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, എനിക്ക് നോർമൽ മെമ്മറി ഉള്ളൂ. എനിക്കിത് ഒറ്റ പ്രാവശ്യം കേട്ടിട്ട് ഒരു കാര്യമില്ല. സോ വാട്ട് ഐ ഡു ഫോർ മൈ ലേണിംഗ് ഇസ് ഐ ലിസൺ ടു ഇറ്റ് റിപ്പീറ്റഡ്ലി. സോ ഒരേ വീഡിയോ ഐ ലിസൺ റിപ്പീറ്റഡ്ലി. സോ ദാറ്റ് റെപ്പിറ്റേഷൻ ഇസ് വാട്ട് വിൽ വർക്ക് മാജിക് ഫോർ മീ ദെയർ. സോ ഒരു വീഡിയോ തന്നെ 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേൾക്കുക. അത് അടുപ്പിച്ച് കേൾക്കണം, ഒരാഴ്ച കഴിഞ്ഞല്ല. ഇന്നൊരു വീഡിയോ കേട്ടെങ്കിൽ നാളെ അതേ വീഡിയോ വീണ്ടും കേൾക്കുക. ഇന്ന് അതിൻ്റെ 10 മിനിറ്റ് കേൾക്കാൻ പറ്റുള്ളെങ്കിൽ നാളെ അതേ 10 മിനിറ്റ് വീണ്ടും കേൾക്കുക. ആ വീണ്ടും കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്പീക്കറിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫെമിലിയാരിറ്റി ബിൽഡ് ചെയ്ത് ബ്രെയിനിൽ ആ പർട്ടിക്കുലർ ലേണിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യണേ. ആൻഡ് ദാറ്റ്സ് ഹൗ യു ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ലാംഗ്വേജ്. കൊച്ചിലെ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയല്ലേ നമ്മൾ പേരൻസ് പറയണ എല്ലാം പിക്ക് ചെയ്തേ, അവർ പറയണ കേട്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കി. ഇങ്ങനെ തന്നെ ചെയ്യണം വീഡിയോ കാണുമ്പോൾ. ഒരു വീഡിയോ കണ്ട് ഉടനെ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത്. സോ ഓർക്കുക, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന രീതി ഇറ്റ് ഹാസ് ടു ബി കറക്റ്റ്. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്സ് എല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് കേൾക്കുന്നുണ്ടാവാം, നിങ്ങൾ സ്ഥിരം കേൾക്കുന്നുണ്ടാവാം, പക്ഷേ എന്നാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഫ്ലുവൻ്റായിട്ട്. പ്രോബബ്ലി ദ റീസൺ ഫോർ ദാറ്റ് ഇസ് നോട്ട് റിപ്പീറ്റഡ്ലി ലിസണിങ് ടു ഇറ്റ്. ആൻഡ് നിങ്ങളുടെ മെമ്മറി ആ പഠിച്ച സംഗതികളെ മെമ്മറി ഫുള്ളി ഗ്രാസ്പ് ചെയ്യാത്തതുകൊണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പിന്നീട് അത് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത്. സോ ആ റിറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച സംഗതിയിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം, ഉപയോഗിക്കാനും പറ്റണം, അല്ലേ? സോ ആ കറക്റ്റ് രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ആ മെത്തേഡ് രീതി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ട്രൈ റിപ്പീറ്റഡ് ലിസണിങ് ആൻഡ് റിപ്പീറ്റഡ് സ്പീക്കിംഗ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് യെസ്, ഫോർ personalized tips and for personalized guidance, one-on-one coaching, please contact me, and the number is there in the description box below. All right then, thank you and happy learning.